Good morning, all. Good morning, ma'am. 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 Good morning, miss. Good morning. Good morning, ma'am. Okay. Prayer പറഞ്ഞു കേട്ടോ. Oh my God, Prayer. oh my God, I give it to you. All that I think or so, or say or do, all my work and all my happy study, I will give it to you today. Amen. Okay. Signing and thought of the day. Thought of the small steps taken every day. Big steps tomorrow. Okay. ഇന്ന് നമ്മൾ എന്തെങ്കിലും ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നോ? Seminar. എല്ലാവരും ഉണ്ടോ? മാഡം കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ലൈവിന് കേറാത്തവര് എങ്ങനെയാണ് സെമിനാർ പ്രസന്റ് ചെയ്യുന്നതെന്ന്. കേരളത്തോട് നമ്മള് സെമിനാർ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അറിയാലോ. അപ്പോ PG കുട്ടികൾക്ക് ഇത് മോണ്ടിസോറി 2 PG ഉണ്ട്, ഡിപ്ലോമ ഉണ്ട്. PG കുട്ടികൾക്ക് വരവയുടെ സമയത്ത് സെമിനാർ എടുക്കാം. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. വൈവയുടെ സമയത്ത് സെമിനാർ എടുക്കാൻ പറ്റും. ഡിപ്ലോമ കുട്ടികൾ സെമിനാർ നിങ്ങൾ സ്വയം പ്രിപ്പയർ ചെയ്യണം. എന്നുവെച്ചാൽ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുള്ള രീതിയിൽ കോൺഫിഡന്റ് ആയിട്ട് ടോപ്പിക്കിനെ കുറിച്ച് പ്രിപ്പയർ ചെയ്തൊക്കെ വയ്ക്കാം. ഓക്കെ, നിങ്ങൾ റെക്കോർഡ് ക്ലാസ് കാണുന്നവരുടെ ഒരു ചെറിയ ഡിസഡ്വാൻറ്റേജ് ആണ് നിങ്ങൾക്ക് ഈ സെമിനാർ ക്ലാസ്സുകൾ കാണാൻ പറ്റില്ല, സെമിനാർസ് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ നമ്മുടെ മെറ്റീരിയൽസും കാര്യങ്ങളും എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അത് രണ്ടും ചെറിയ ഡിസഡ്വാൻറ്റേജ് ആണ് കേട്ടോ. ഓക്കെ, അത് കുഴപ്പമില്ല. ഇപ്പൊ മെറ്റീരിയൽസ് ആണെങ്കിൽ ലാസ്റ്റ് വൈവയുടെ ടൈമിൽ നിങ്ങൾ പ്രസന്റ് ചെയ്യണം. പിന്നെ സെമിനാറിന്റെ കേസ് ആണെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, ഒരു പേര് അയക്കോ? അതിന്റെ പേര് അയക്കുകയാണെങ്കിൽ ഞാൻ ആ ഓർഡറിൽ വിളിക്കാം. ഞാൻ ആദ്യം പ്രസന്റ് ചെയ്തോട്ടെ. വർക്ക് ചെയ്യുന്നുണ്ട്, ക്ലാസ് ഉണ്ടായിരുന്നു നെക്സ്റ്റ് അവർ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കയറിയതാണ്. ഓക്കെ, കീർത്തന മോൻ ഏത് ടോപ്പിക്? ഞാൻ COVID-19. ഓക്കേടാ, പ്രസന്റ് ചെയ്തോ കീർത്തന? ഷെയർ ചെയ്തോട്ടെ, സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. ഷെയർ ചെയ്തോ, പിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ മിസ്? എടാ ഇപ്പൊ ഷെയർ ചെയ്തിട്ടുണ്ട് മോൻ സ്ക്രീൻ. മോന് ഇത് എടുത്തോട്ടെ, ഇമേജസ് എടുത്തോട്ടോ. സ്ലൈഡാണ്, കാണാൻ പറ്റുന്നില്ല. അല്ല, പ്ലേ ചെയ്യുന്ന ഒരു ഇമേജ് എടുക്കും മോൻ, എന്നാലേ അത് കാണാൻ പറ്റുള്ളൂ. ഇപ്പൊ എനിക്ക് ക്ലാസ് റൂമാ കാണുന്നത്, MT20യുടെ ക്ലാസ് റൂമാണ് ഇപ്പൊ കാണുന്നത്. ബാക്ക് ചെയ്തിട്ട് ഷെയർ ചെയ്യാം. ഏതാ? ഒന്ന് ബാക്ക് പോയിട്ടേ, ഫോണല്ലല്ലോ ലാപ്പാണോ? ലാപ്പ് ആണോ? അതൊന്ന് എടുത്തിട്ടൊന്ന് പ്ലേ ചെയ്തേ. അല്ലെങ്കിൽ പിൻ ചെയ്യുന്നത് മോൻ ആ ഒരു സംഭവം പിൻ ചെയ്താലും മതി. കാണുന്നുണ്ടോ മിസ്സേ? കാണാം, ഇപ്പൊ കാണാം. COVID-19 ടോപ്പിക് COVID-19 പ്രസന്റ് ചെയ്തോടാ. ഓക്കെ, ഞാൻ ഇന്ന് എടുക്കുന്ന ടോപ്പിക് COVID-19 അഥവാ കൊറോണ വൈറസ് ഡിസീസ് എന്നുള്ള ഡിസീസാണ്. അപ്പൊ എല്ലാവർക്കും അറിയാം
2020 മുതൽ വളരെയധികം 2019 തൊട്ട് 19 ലാസ്റ്റ് തൊട്ട് 20 ഫസ്റ്റ് മുതൽ വളരെയധികം പാൻഡമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു കൊറോണ വൈറസ് ഡിസീസ് എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ് നമുക്ക് നോക്കാം. കൊറോണ വൈറസ് ഡിസീസ് COVID-19 എന്നാണ് അറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻഫെക്ഷ്യസ് ഡിസീസ് കോസ്ഡ് ബൈ SARS-CoV-2 വൈറസ്. അതായത് കൊറോണ വൈറസ് സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ് വൈറസിന്റെ പേരാണ് SARS-CoV-2 വൈറസ് എന്നുള്ളത്. ഇറ്റ് ഈസ് എ contagious disease caused by coronavirus or SARS-CoV-2. In January 2020, the disease spread worldwide, resulting in the COVID-19 പാൻഡമിക്. അതായത് ജനുവരി 2020 തൊട്ടാണ് വേൾഡ് വൈഡ് ആയിട്ട് COVID-19 പാൻഡമിക് ആയി വന്നിട്ടുള്ളത്. മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് COVID-19 എല്ലാവർക്കും ഏകദേശം എല്ലാവർക്കും വന്നിട്ടുണ്ടാവാം COVID-19. അതിന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് എന്ന് പറയുന്നത് ഫീവർ, കഫ്, അതുപോലെ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസ്, അതുപോലെ ലോസ് ഓഫ് സ്മെൽ ആൻഡ് ലോസ് ഓഫ് ടേസ്റ്റ്. അതായത് ഹൈ ഫീവർ, അതുപോലെ കഫ്, അതായത് ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, നമുക്ക് സ്മെൽസ് നഷ്ടാവുക, അതുപോലെ ടേസ്റ്റ് ഇല്ലാണ്ടിരിക്കുക, ഫുഡിനൊക്കെ ടേസ്റ്റ് ഇല്ലാണ്ടിരിക്കുക. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള ഡിഫിക്കൽട്ടീസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ശരീരത്തിൽ കൊറോണ വൈറസ് അല്ലെങ്കിൽ COVID-19 വൈറസ് എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് 14 ഡേയ്സ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും എക്സ്പോഷർ മെയിനായിട്ട് നമുക്ക് ഡിഫിക്കൽട്ടീസ് കണ്ടു തുടങ്ങുക നമ്മുടെ ശരീരത്തിൽ. ദെൻ മെയിനായിട്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വൈറസ് സ്പ്രെഡ് ആവുന്നത് കോണ്ടാക്ട്, ഐ കോണ്ടാക്ട്, അതുപോലെ നോസ് ഓർ മൗത്ത്. നമ്മൾ മൂക്കിൽ അല്ലെങ്കിൽ വായിലൊക്കെ നമ്മുടെ കൈയൊക്കെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഏതെങ്കിലും സർഫേസിൽ തൊടുകയാണെങ്കിൽ ആ സർഫേസ് വേറെ ആരെങ്കിലും ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വഴിയിലൂടെ നമുക്ക് കൊറോണ വൈറസ് സ്പ്രെഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഒരു ടേബിൾ ആണ്. അതിന്റെ ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഒരു ഇൻഫെക്ഷ്യസ് ഡിസീസ് ആണ്, അതായത് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഡിസീസ് ആണ് എന്താണ് കൊറോണ 19 അല്ലെങ്കിൽ COVID-19 എന്ന് പറയുന്നത്. സിംറ്റംസ് ഓൾറെഡി പറഞ്ഞു. ഫീവർ, കഫ്, ഫാറ്റിഗ്യൂ, ബ്രീത്തിങ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ട്, അതുപോലെ വോമിറ്റിങ്, അതുപോലെ ലോസ് ഓഫ് ടേസ്റ്റ് ഓർ സ്മെല്ല്. ഇതൊക്കെയാണ് അതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത്. കോംപ്ലിക്കേഷൻസ് ന്യൂമോണിയ വരെ ആവാം. ന്യൂമോണിയ, അതുപോലെ റെസ്പിറേറ്ററി ഫെയിലിയർ, പൾമണറി ഫൈബ്രോസിസ്, അങ്ങനെയുള്ള ബ്രെയിൻ ഡാമേജ്, അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസും എന്താണ് കൊറോണ വൈറസ് മൂലം നമുക്ക് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. മെയിനായിട്ട് 2 മുതൽ 14 ഡേയ്സ് വരെയാണ് ഇൻഫെക്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ്. ദെൻ അത് കോസ് ചെയ്യുന്ന വൈറസ് ആണ് ഓൾറെഡി പറഞ്ഞു, SARS-CoV-2 എന്നുള്ളത്. പിന്നെ അത് ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടി കൊറോണ രോഗം ഉണ്ടോ എന്ന് ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റ് ആണ് RT-PCR ടെസ്റ്റിങ്ങും CT സ്കാൻ, റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റ് എന്നുള്ള 3 ടെസ്റ്റ് ആണ് ഉള്ളത്. പ്രിവെൻഷൻ എന്ന് പറയുന്നത് വാക്സിനേഷൻ ഉണ്ട്. നമ്മൾ എല്ലാവരും എടുത്തിട്ടുണ്ടാവും. 2 ഡോസ് വാക്സിനേഷൻ നമ്മൾ എല്ലാവരും എടുത്തിട്ടുണ്ടാവും. വാക്സിനേഷനും അതുപോലെ ഫേസ് മാസ്ക്, അതുപോലെ രോഗം ബാധിച്ചിട്ടുള്ള ആൾക്കാർ ക്വാറന്റൈൻ നിൽക്കുക, 7, 14 അങ്ങനെയുള്ള ദിവസങ്ങളിൽ സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കാം, വെന്റിലേഷൻ, അതുപോലെ സാനിറ്റൈസർ ഒക്കെ യൂസ് ചെയ്ത് ഹാൻഡ് വാഷ് ചെയ്യാം. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള പ്രിവെൻഷൻ മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് കൊറോണ വൈറസിനെ കുറിച്ച് പറയാനുള്ളത്. കഴിഞ്ഞു മിസ്. ഓക്കെ മാഡം, ഞാനായിരുന്നു കേട്ടോ. ലാസ്റ്റ് ക്ലാസ്സിലുണ്ടായിരുന്നോ കീർത്തന? ലാസ്റ്റ് ക്ലാസ് ഇല്ല, ഞാനത് റെക്കോർഡ് ക്ലാസ്സാ കേട്ടത്. അപ്പോ ഇന്നിപ്പോ അഡ്ജസ്റ്റ് ചെയ്ത് കേറിയതാണ്. ക്ലാസ് ഉണ്ടായിരുന്നു. ഞാൻ ലെഫ്റ്റ് ആവാണ് മിസ്സേ, ഞാൻ റെക്കോർഡ് കേട്ടോളാം. ഓക്കെ, പഠിക്കാണോ? ഞാന് വർക്ക് ചെയ്യാണ് കോളേജില്. ആണോ? ടീച്ചറായിട്ട്? ടീച്ചറായിട്ട്. താങ്ക് യു. ഓക്കെ മിസ്. Then Alima. Hello, ma'am. Alima, good morning. കേൾക്കുന്നുണ്ടോ? കേൾക്കാടാ, പറ. TB-നെ കുറിച്ചിട്ടാണ്. TB. Okay. What is TB?
It's an infectious disease caused by a bacterium called Mycobacterium tuberculosis. It mainly affects the lungs, but it can also affect the brain, bones, kidneys, and intestines. ട്യൂബർകുലോസിസ് എന്നത് മയോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന ബാക്ടീരിയ മൂലമുണ്ടാകുന്ന ഒരു സാംക്രമിക രോഗമാണ്. ഇത് പ്രധാനമായും ശ്വാസകോശങ്ങളെ, ലങ്സ്, അതേസമയം മസ്തിഷ്കം, അസ്ഥികൾ, വൃക്കകൾ, intestines, ആന്ത്രങ്ങൾ എന്നിവയെ ഇത് ബാധിക്കുന്നു. How it spreads? TB എങ്ങനെ പടരുന്നു? It spreads through the air when a person with active TB cough, sneeze, talks loudly, splits. TB ആക്റ്റീവ് ആയിട്ടുള്ള TB ഉള്ള ഒരാൾ ചുമയ്ക്കുമ്പോൾ, തുമ്മുമ്പോൾ, ഉച്ചത്തിൽ സംസാരിക്കുമ്പോൾ, തുപ്പുമ്പോൾ, ഇങ്ങനെയൊക്കെയാണ് TB സ്പ്രെഡ് ചെയ്യുന്നത്. Then types of TB. രണ്ട് തരം TBകളുണ്ട്. ലാറ്റന്റ് TB, ആക്റ്റീവ് TB. In latent TB, TB germs are in the body but inactive. No symptoms, no contagious. അതായത് ലാറ്റന്റ് TBയിൽ ബാക്ടീരിയ ശരീരത്തിലുണ്ട്, പക്ഷേ നിഷ്ക്രിയമാണ്, ലക്ഷണങ്ങളൊന്നുമില്ല, മറ്റുള്ളവരിലേക്ക് പകരുകയില്ല. ആക്റ്റീവ് TB എന്ന് വെച്ചാൽ TB ബാക്ടീരിയ സജീവമാണ്, രോഗിക്ക് അസുഖം അനുഭവപ്പെടും, മറ്റുള്ളവരിലേക്ക് പകരുകയും ചെയ്യും. കോമൺ സിംറ്റംസ് ഓഫ് TB. TBയുടെ മെയിൻ സിംറ്റംസ് എന്ന് വെച്ചാൽ കഫ് ലാസ്റ്റിംഗ് മോർ ദാൻ 2 weeks, പിന്നെ ഫീവർ, നൈറ്റ് സ്വെറ്റ്സ്, വെയിറ്റ് ലോസ് ഓഫ് അപ്പറ്റൈറ്റ്, ചെസ്റ്റ് പെയിൻ, കഫ് അപ്പ് ബ്ലഡ്. ഇൻ സിവിയർ കേസസ് 2 ആഴ്ചക്കുള്ളിൽ തുടരുന്ന ചുമയുണ്ടാവും, പനി ഉണ്ടാവും, ജ്വരം ഉണ്ടാവും, രാത്രി കാലത്ത് വേർപ്പിന്റെ ഇതുണ്ടാവും, ഭാരം കുറയുക, വിശപ്പില്ലായ്മ, നെഞ്ചുവേദന, പിന്നെ ചുമയ്ക്കുമ്പോൾ രക്തം വരിക. അത് ഗുരുതരമായ കേസുകളിൽ ചുമയ്ക്കുമ്പോൾ രക്തം വരാറുണ്ട്. ഇത്രയൊക്കെ ഞാൻ എഴുതിയിട്ടുള്ളൂ. TBക്ക് എതിരെടുക്കുന്ന വാക്സിനെ കുറിച്ചോ? ഇത് പറ്റിയിട്ടില്ല. നമ്മള് TBക്കെതിരെ നമ്മൾ എടുക്കുന്ന വാക്സിൻ ആണ് BCG വാക്സിൻ. എല്ലാവരും എടുത്തിട്ടുണ്ടാവും. അവരുടെ കൈയിന്റെ ഇവിടെ ആയിട്ട്, നമ്മുടെ ഷോൾഡറിന്റെ ഇവിടെ ആയിട്ട് ചെറിയൊരു തൊലിപ്പുറത്താണ്, നമ്മൾ സ്കിന്നുമെയാണ് എടുക്കുന്നത്. ജസ്റ്റ് ഒരു കൊമള വന്നിട്ട് കുഞ്ഞു കുട്ടിയായിട്ടും എടുക്കും. ജനിച്ച ഉടനെ എടുക്കുന്ന ഒരു വാക്സിൻ ആണ് BCG വാക്സിൻ. ഇതിനകത്ത് എന്ത് ചെയ്യും, പൊട്ടിപ്പോകും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ഒരു എന്താ പറയാ, ഒരു മാർക്ക് എല്ലാവരും ഷോൾഡർമേൻ. BCG വാക്സിൻ ഇതാണ്. BCG വാക്സിൻ ആണ് ട്യൂബർകുലോസിന് എതിരെടുക്കുന്ന വാക്സിൻ. ഓക്കെ കേട്ടോ. നെക്സ്റ്റ് ആരാണ്? 1 minute ഞാൻ നോക്കട്ടെ കേട്ടോ. പിന്നെ കഴിഞ്ഞിട്ട് അലീസ. Yes, ma'am. ഓക്കെ, പ്രസന്റ് ചെയ്തോ. Okay. Good morning. Today I am speaking about an important topic under childhood disease, that is ADHD, Attention Deficit Hyperactivity Disorder. Childhood diseases are not only physical illness. Some conditions affect a child's behavior, attention and learning. അതായത് കുട്ടികളിൽ കണ്ടുവരികയും മുതിർന്നവരിൽ തുടർന്നു പോകുന്നതുമായ ഒരു രോഗാവസ്ഥയാണ് ADHD എന്ന് പറയുന്നത്. കുട്ടികളിൽ കണ്ടുവരുന്ന ഈ മാനസികാവസ്ഥ സാമൂഹിക സാഹചര്യങ്ങളുമായി ഏറെ ബന്ധമുള്ളതാണ്. കാരണം സമൂഹത്തിൽ കണ്ടുവരുന്ന കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരിൽ ഒരു പരിധി വരെയുള്ള ആളുകൾക്കും കുട്ടിക്കാലം മുതൽ ADHD ഉള്ളവരാണെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പെരുമാറ്റ വൈകല്യം എന്ന കോണ്ടക്ട് ഡിസോർഡർ ഒരു കുട്ടി വളർന്നു വരുന്ന സാഹചര്യത്തിൽ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡറായി രൂപമാറ്റം സംഭവിക്കുന്നു. ഓപ്പോസിഷൻ ഓപ്പോണന്റ് ഡിസോർഡർ എന്ന് പറയുന്ന എന്ത് കാര്യങ്ങളെയും, നമ്മൾ പറയുന്ന എന്ത് കാര്യങ്ങളെയും എതിർക്കുന്ന ഒരു സ്വഭാവമുള്ള
ഒരു വൈകല്യം കൂടിയും ഇതിലുണ്ടാകുന്നു. ഇതിനകത്തെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്ന് പറയുന്നത് ഇത് ചെറുപ്പം കുട്ടികളിൽ കുഞ്ഞിപ്പോൾ നമ്മൾ വീടുകളിൽ വളർത്തുന്നുണ്ട്. അപ്പോൾ പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ വലിയ ആൾക്കാർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പിള്ളേർ നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങളിൽ കയറി വർത്താനം പറയുക, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാതിരിക്കുക. നമ്മൾ പറയില്ലേ എപ്പോഴും ആ കുട്ടി ഭയങ്കര പിരിപിരിപ്പനാണ്, അവനിങ്ങനെ ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങി ഇരിക്കുകയില്ല, അവിടെ കയറുന്നു ഇവിടെ കയറുന്നു, പിന്നെ എല്ലാം ഒരു സാധനം അടക്കി പെറുക്കി വെക്കുകയില്ല, എല്ലാം തിരിച്ചു മറിച്ചിടുന്നു എന്നൊക്കെ നമ്മൾ പലപ്പോഴും കുറ്റം പറയാറുണ്ട് അവരെ. പക്ഷേ ചിലപ്പോഴെങ്കിലും ആ കാരണങ്ങൾ ഈ ഒരു ഡിസോർഡർ കൊണ്ടാകാം ഉണ്ടാകുന്നത്. അപ്പം നമ്മളത് മനസ്സിലാക്കുകയും അത് കൃത്യമായിട്ട് ഇന്നതാണ് വിഷയം എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പറ്റുന്ന രീതിയിൽ, അതിനെ കുറയ്ക്കാൻ കൊണ്ടുവരുന്ന രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഈ ADHD ഡിസോർഡർ എന്ന് പറയുന്നത് തലച്ചോറിലെ ഡോപ്പമൈൻ ഹോർമോണിൻ്റെ അളവിലുണ്ടാകുന്ന പാകപ്പിഴകൾ മൂലമാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ചില പിള്ളേർക്ക് വലുതാകുമ്പോൾ കുഴപ്പമില്ലാതെ വരും. കാരണം പാരൻസ് അല്ലെങ്കിൽ ടീച്ചേഴ്സ്, നമ്മളിപ്പോൾ ടീച്ചേഴ്സ് ആകാൻ പഠിക്കുന്നവരാണ്. അപ്പോൾ ചില ടീച്ചർമാർ ഇപ്പോൾ നമുക്ക് ക്ലാസ് തരുന്നുണ്ടാകുമല്ലോ, ടീച്ചേഴ്സ് ട്രെയിനിങ്ങിലെല്ലാം ക്ലാസ് തരുന്നുണ്ടാകും. അപ്പോൾ നമുക്കറിയാൻ പറ്റും ഇപ്പോൾ ക്ലാസ്സിൽ ഒരു കുട്ടി ഇപ്പോൾ ഒരു 20 പിള്ളേരുണ്ടെങ്കിൽ 20 പിള്ളേരും ഒരു രീതിയിലായിരിക്കില്ല ലേൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ 20 പിള്ളേർ, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലെറ്റർ എഴുതി കൊടുക്കുമ്പോൾ ഒരു കുട്ടി മാത്രം ചിലപ്പോൾ, അല്ലെങ്കിൽ 1-2 കുട്ടികൾ മാത്രം ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു വർക്ക് തീർക്കാൻ വേണ്ടി ചിലപ്പോൾ പാടുപെടുന്നുണ്ടാകും, അവർക്ക് ടൈം കുറവായിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഈ കുട്ടിക്ക് എന്തുകൊണ്ടാണ് അതുണ്ടാകുന്നത്, അങ്ങനെ ഒരു പ്രശ്നം ആ കുട്ടിക്ക് എന്തുകൊണ്ടാണ്, ചിലപ്പോൾ ഈ ADHD കൊണ്ടായിരിക്കും ആ കുട്ടിക്ക് അതുണ്ടാകുന്നത്. അപ്പം നമ്മളത് മനസ്സിലാക്കിയിട്ട് ആ കുട്ടീനെ നമ്മൾ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരണം. ചെറിയ ചെറിയ കാര്യങ്ങൾ സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത് നമ്മൾ അവർക്ക് ഒരു നല്ല ഒരു രീതിയിൽ ആ കാര്യങ്ങളെ മറികടക്കാൻ വേണ്ടി അവരെ കൊണ്ടുവരണം. അപ്പോൾ ഈ ADHD എന്ന് പറയുന്നത് 3 ടൈപ്പിൽ നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഇൻഅറ്റൻറ്റീവ് ടൈപ്പ്, ഹൈപ്പർ ആക്റ്റീവ് ടൈപ്പ് ആൻഡ് കമ്പൈൻഡ് ടൈപ്പ്. അതിനകത്ത് ഇൻഅറ്റൻറ്റീവ് ടൈപ്പ് എന്ന് പറയുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രധാനമായിട്ടും സംഭവിക്കുന്നത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ എപ്പോഴും തെറ്റുവരുത്തിക്കൊണ്ടിരിക്കും, പിന്നെ പല കാര്യങ്ങൾ മറന്നുപോയിക്കൊണ്ടിരിക്കും. പിന്നെ ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇമ്പൾസീവ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് ഇവർക്ക് അമിതമായിട്ടുള്ള ആക്ടിവിറ്റി കൂടുതലായിരിക്കും. ഓടുക, ചാടുക, ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കാതിരിക്കുക, എല്ലാ കാര്യത്തിനും അവർക്ക് ആവേശം കൂടുതലായിരിക്കും. പിന്നെ ഉള്ളതാണ് കമ്പൈൻഡ് പ്രസന്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഹൈപ്പർ ആക്ടിവിറ്റീൻ്റെ ലക്ഷണങ്ങളും കാണിക്കും, അവർ ഇൻഅറ്റൻറ്റീവിൻ്റെ ലക്ഷണങ്ങളും കാണിക്കും. അപ്പോൾ നമുക്കൊരു ടീച്ചർ എന്ന നിലയ്ക്കും ഒരു പാരന്റ് എന്ന നിലയ്ക്കും നമുക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ, ടീച്ചർ എന്ന നിലയ്ക്ക് അവർക്ക് കൊടുക്കുന്ന കാര്യങ്ങൾ ചെറിയ ചെറിയ ഘട്ടങ്ങളാക്കി കൊടുക്കാനും, ചെയ്യുന്ന ഹോംവർക്കുകളോ അല്ലെങ്കിൽ ആക്ടിവിറ്റികളെല്ലാം ചെറിയ ചെറിയ ഘട്ടങ്ങളാക്കി കൊടുക്കാനും, അവർക്ക് ഒരു ചെറിയ സ്പേസ് ഇട്ടിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള സാവകാശം അവർക്ക് കൊടുക്കുക എന്നുള്ളതാണ് പാരൻസ് എന്ന നിലയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ വീടുകളിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളുടെ കൂടെ തന്നെ അവരെ കൊണ്ട് ചെയ്യിക്കുക, ഓരോ കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പഠിപ്പിക്കുക, അവരുടെ കളിപ്പാട്ടങ്ങൾ ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പഠിപ്പിക്കുക, അവരുടെ തുണികൾ ഫോൾഡ് ചെയ്ത് വെക്കാൻ പഠിപ്പിക്കുക. അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതോടുകൂടി എപ്പോഴും അവർക്കൊരു അറ്റൻഷൻ കിട്ടും. ഈ ADHD ഉള്ള പിള്ളേർക്ക് എപ്പോഴും ഒരു അറ്റൻഷൻ ആവശ്യമാണ്. അവരെ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ വിമർശിക്കാൻ പാടില്ല. ചിലപ്പോൾ പെട്ടെന്ന് ഒരു ഗ്ലാസ്, നമ്മൾ എപ്പോഴും ചെയ്യുന്ന കാര്യമാണ്, പെട്ടെന്ന് ഒരു ഗ്ലാസ് കയ്യിൽ നിന്ന് താഴെ വീണ് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒച്ചയെടുത്ത് അവരെ ദേഷ്യപ്പെടുത്തും. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ആ പിള്ളേർക്ക് മനസ്സിലുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും വലുതായാലും അവർക്കത് മാറില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണം, ഒരു ഗ്ലാസ് പൊട്ടിയാലും അത് വാരിക്കളയുക, എന്നിട്ട് അത് സാരമില്ല പോട്ടെ, ഇനി ശ്രദ്ധിക്കുക എന്നുള്ളൊരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർ ചെയ്യിക്കും, അതെ ഇന്ന അമ്മ പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്
ഇങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ഇന്ന പോലെ എനിക്ക് സംഭവിക്കും, അല്ലെങ്കിൽ ഇന്ന ഒരു പ്രത്യാഘാതമാണ് അതിനുണ്ടാകുന്നത് എന്ന് ആ കുട്ടിയുടെ ബ്രെയിൻ എപ്പോഴും ചെയ്യും. നമ്മുടെ കുഞ്ഞു മക്കളെ എപ്പോഴും ആദ്യം ലേൺ ചെയ്യുവാണ് ചെയ്യുന്നത്, അതിനുശേഷമാണ് അവർ സംസാരിച്ച് തുടങ്ങുന്നത്. നമ്മൾ ഏത് ഭാഷയാണോ സംസാരിക്കുന്നത്, നമ്മൾ സ്നേഹത്തിൻ്റെ ഭാഷ സംസാരിക്കുമ്പോൾ അവർ തിരിച്ച് വളർന്നു വരുന്നത് ആ ഭാഷയിൽ തന്നെയായിരിക്കും. അപ്പോൾ പിന്നെ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ കുറ്റപ്പെടുത്താതെ അവരെ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ പ്രശംസിക്കുക. ടീച്ചർ എന്ന നിലയ്ക്കും പാരന്റ് എന്ന നിലയ്ക്കും നമ്മൾ പ്രശംസിക്കുമ്പോൾ അവർക്ക് ആ ഒരു ഇതിൽ മാറ്റങ്ങൾ കുറേ ഉണ്ടാകും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഇപ്പം നമ്മുടെ വീട്ടിൽ 2 പിള്ളേരുണ്ടെങ്കിലും 3 പിള്ളേരുണ്ടെങ്കിലും ക്ലാസ്സിൽ 20 പിള്ളേരുണ്ടെങ്കിലും എല്ലാ കുട്ടികളും 20 പേരും മനസ്സിലാക്കുന്നത് 20 രീതിയിലായിരിക്കും, 3 പേര് മനസ്സിലാക്കുന്നത് 3 രീതിയിലായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കി നമ്മൾ ഓരോ കുട്ടിയുടെയും ഭാവി നല്ലതാണെന്ന് മനസ്സിലാക്കി നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുക. ഒരു കുട്ടിയുടെ ഫിസിക്കൽ ഹെൽത്ത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹെൽത്ത് എന്നുള്ളതും. മനസ്സിന് ധൈര്യവും മനസ്സിന് ഹെൽത്തി, നമ്മുടെ മെൻ്റൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് ഫിസിക്കൽ ഹെൽത്ത് അവർക്ക് ഉണ്ടായിട്ട് കാര്യമുള്ളൂ. താങ്ക് യു മാഡം. നന്നായിരുന്നു ടോപ്പിക്, സെലക്ട് ചെയ്ത ടോപ്പിക് വളരെ നന്നായിരുന്നു. കാരണം ADHD ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ സെലക്ട് ചെയ്തതിൽ നന്നായിരുന്നു. കാരണം ഇന്ന് നമ്മളെ കുട്ടികൾ ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ പ്രോബ്ലം ആണ് ADHD എന്ന് പറയുന്നത്. അപ്പൊ അത് നല്ല രീതിയിൽ മുന്നേ പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, താങ്ക് യു മാഡം. ഓക്കെ, നെക്സ്റ്റ് ആരാണ്? ധരണ്യ. അതാണ് പേര്. പ്രസന്റ് ചെയ്തോളാം. ഞാൻ മൗത്ത് അൾസർ ആണ്, അതായത് വായ്പുണ്ണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് ആ വായിലുണ്ടാവുന്ന ഒരു മഞ്ഞ കളറിലെ ഒരു മുറിവ്, അതായത് വായിലുണ്ടാകുന്ന ചതവ്, അലർജി അല്ലെങ്കിൽ ബാക്ടീരിയ അണുബാധ എന്നിവയാണ് വായ്പുണ്ണ് വരാനായിട്ട് നമുക്ക് കാരണമാകുന്നത്. അതേപോലെ വായ്പുണ്ണ് മൂലം വിഷമിക്കാത്തവരായിട്ട് ആരുമില്ല. മിക്ക പേർക്കും ഈ ഒരു അസുഖം ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് വായുടെ അകത്തോ അല്ലെങ്കിൽ പുറത്തെ ഈ മോണയിലോ ഒരു വ്രണങ്ങളായിട്ടാണ് അത് പൊതുവെ കാണപ്പെടുന്നത്. ഒരു മഞ്ഞ കളറിലോ അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലോ ആണ് ഇത് കാണപ്പെടുന്നത് ചെറുതായിട്ട്. അപ്പൊ ഇത് കൂടുതലായിട്ട് ഉണ്ടാകുന്നത് പുകവലി ഉപയോഗിക്കുന്നതിൽ, അതായത് ഉപേക്ഷിക്കുന്നവരിൽ കൂടുതലായിട്ട് വായ്പുണ്ണ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ മതിയായ ഉറക്കം കിട്ടാത്തവരിൽ, പിന്നെ സമ്മർദ്ദം അനുഭവിക്കുന്നവരിൽ, ശരീരത്തിന് ആവശ്യമായ വൈറ്റമിനുകളുടെ കുറവ് മൂലവും വായ്പുണ്ണ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ ആഹാര രീതിയിലും ഇത് സംഭവിക്കാം. അതായത് നമ്മുടെ എരിവ് കൂടുതൽ, പുളിവ് കൂടുതൽ അങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കുന്നതിൽ കൂടിയും നമുക്ക് വായ്പുണ്ണ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതേപോലെ ഹോർമോണിന്റെ മാറ്റങ്ങൾ, അതായത് നമ്മുടെ ആർത്തവ സമയങ്ങളിലും ഗർഭാവസ്ഥയിലും ഒക്കെ നമുക്ക് ഒരു ഹോർമോണിന്റെ ചേഞ്ച് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ സമയത്തും ഇങ്ങനെയുള്ള ഈ വായ്പുണ്ണ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ചിലവർക്ക് ഈ പാരമ്പര്യമായിട്ടും ഇങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ വായ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുക. അതേപോലെ പല്ല് തേക്കുമ്പോൾ നമ്മുടെ ബ്രഷുകളൊക്കെ തട്ടാതെ ഉള്ള രീതിയിൽ നമ്മൾ സൂക്ഷിച്ച് ബ്രഷ് ചെയ്യുക. അതുപോലെ തന്നെ അസിഡിറ്റി ഉണ്ടാക്കുന്ന ആഹാരങ്ങൾ കുറയ്ക്കണം, ധാരാളം വെള്ളം കുടിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ അതേപോലെ മാനസിക സമ്മർദ്ദം കുറയ്ക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ 3 ആഴ്ചയിൽ കൂടുതൽ നമുക്ക് ഈ വായ്പുണ്ണ് ഇങ്ങനെ നിലനിൽക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഡോക്ടറിനെ കാണണം. കാരണം അത് ക്യാൻസറിന് കാരണമാവാനുള്ള ഒരു ഇതുകൂടിയാണ്. ഈ നമ്മൾ ചെറിയൊരു മുറിവ് മതി, അതായത് നമ്മുടെ പല്ല് കൊണ്ടിട്ടുള്ള ഒരു ചെറിയൊരു മുറിവായാലും ശരി തന്നെ ഒരു 3 ആഴ്ച കൂടുതൽ നിൽക്കുകയാണെങ്കിൽ നമ്മളത് ഡോക്ടറിനെ കാണിക്കണം. ചിലപ്പോൾ ക്യാൻസറിന് വഴിവെക്കാനുള്ള ഒരു കാരണം കൂടി ഉണ്ട്. അതായത് ഇപ്പം എനിക്ക് ഒരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി ഇതേപോലെ വായ്പുണ്ണായിരുന്നു, ചെറിയൊരു മുറിവായിരുന്നു അവർക്ക്. അപ്പോൾ അവരത് കാര്യമാക്കിയില്ല. അതേപോലെ ഹോസ്പിറ്റലിൽ കൊണ്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇത് മാറാനിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് അവർ ടെസ്റ്റ് ചെയ്തപ്പോഴായിരുന്നു ക്യാൻസറാണ്. പക്ഷെ ക്യാൻസറാന്ന് അറിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുന്നതിന് മുന്നേ തന്നെ ആ ചേച്ചി മരിച്ചു പോവുകയാണ് ചെയ്തത്. അപ്പൊ നമ്മളത് ചെറിയൊരു മുറിവാണെങ്കിൽ 3 ആഴ്ച കൂടുതൽ അത് നിൽക്കുകയാണെങ്കിൽ ഡോക്ടറിനെ കാണിക്കുക തന്നെ ചെയ്യണം. അതുപോലെ വായിൽ സാധാരണ കാണപ്പെടുന്ന ചില ബാക്ടീരിയകളുടെ അമിതമായ സാന്നിധ്യം അല്ലെങ്കിൽ സ്ട്രെപ്റ്റോകോക്കസ്, ഹെലിക്കോബാക്ടർ പൈലോറി തുടങ്ങിയ ബാക്ടീരിയകൾ വായ്പുണ്ണിന് കാരണമാകുന്നതായി സംശയിക്കപ്പെടുന്നു. അതിൽ നമുക്ക് വൈറ്റമിൻ്റെ കുറവുണ്ടെങ്കിൽ, അതായത് നമ്മൾ പയറുവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ അങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കാത്തത് കൊണ്ടിട്ട് നമുക്കുണ്ടാവുന്ന ഇപ്പം 4 മാസം മുൻപ് എൻ്റെ മോന് 2.5 വയസ്സേ ഉള്ളൂ മോൻ ഇതേപോലെ സംഭവിച്ചിട്ടുണ്ട്. ഇതുപോലെ മോണ മൊത്തവും ചുവന്ന് ഈ നമ്മുടെ വായിൽ മൊത്തം ഒരു ചുവന്ന കളറാണ്. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി
അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അതേപോലെ മൗത്ത് വായിലിടാനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ തന്നു. പക്ഷെങ്കിൽ ഇത്രയും കൂടുതലായിരുന്നു കുഞ്ഞു കുഞ്ഞുമില്ലേ ഇപ്പം ഈ വായിന്ന് ഇങ്ങനെ ഇല്ലേ എന്താ പണ്ട് നമ്മൾ പറയുന്നത് പേൻ വരുന്നു എന്ന് പറയല്ലോ, ഉമിനീര് ഇങ്ങനെ അമിതമായിട്ട് ഇവർക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ഇതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യം കാണുമ്പോൾ നമുക്കും വിഷമമാണ്. അപ്പോൾ അത് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി 3 ദിവസം കിടന്ന് ആന്റിബയോട്ടിക് എടുക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് മോൻ. അങ്ങനെയാണ് മോൻ അത് മാറി കിട്ടിയത്. മോന് മാറിയതിന് ശേഷം ഹസ്ബൻഡിന് ഇതേപോലെ വന്നു. ഹസ്ബൻഡിന് വന്നതെന്ന് വെച്ചാൽ വായിൽ മൊത്തം അതായത് 100ഓളം ഇത് ഉരുട്ട് 100ഓളം എണ്ണം വന്നു. അപ്പോൾ അത് ഭയങ്കര ഒരു ഇൻഫെക്ഷൻ ആയിരുന്നു അത്. അതായത് പുള്ളിക്ക് ഉമിനീരിറക്കാനോ ആഹാരം കഴിക്കാനോ ഒരിത്തിരി വെള്ളം കുടിക്കാനോ ഒന്നും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. സംസാരിക്കാൻ പോലും പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കൊടുത്തു. ഡോക്ടർ മരുന്ന് കൊടുത്തിട്ടും വായിൽ ഓയിൻമെന്റ് ഒക്കെ ഇട്ടിട്ടും ഒരു കുറവും ഇല്ലാതിരുന്നിട്ടും പിന്നെ ഡോക്ടറിന്റെ കാല് പിടിച്ച് പറഞ്ഞു, ഡോക്ടറെ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിത്താ, ആന്റിബയോട്ടിക് എടുത്താലും കുഴപ്പമില്ല, ഞാൻ എടുത്തോളാം, സ്ഥിരം വന്ന് എടുത്തോളാം, ഒന്ന് മാറ്റിത്താ. അങ്ങനെ ഡോക്ടർ ആന്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്തു. 5 ദിവസം അടുപ്പിച്ച് പോയി രാവിലെയും വൈകിട്ടും പോയി എടുത്തു. അങ്ങനെയാണ് അത് മാറിയത്. ഇപ്പോൾ നമ്മൾ ഇപ്പം ഹസ്ബൻഡിനോ മോനോ വേറൊരു രീതിയിൽ അത് പോയില്ല, അവർക്ക് ആന്റിബയോട്ടിക് എടുത്തപ്പോൾ അത് മാറി. അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചെറിയൊരു മുറിവ് വന്നാലും നമ്മളത് വച്ചോണ്ടിരിക്കുക, അത് വായ്പുണ്ണാണ് എന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് കളയാതെ 3 ആഴ്ച കൂടുതലൊക്കെ ഇത് നിൽക്കുകയാണെങ്കിൽ ദയവ് ചെയ്ത് ഡോക്ടറെ കാണുക, ഡോക്ടറിനെ കണ്ട് അതിന്റെ ട്രീറ്റ്മെന്റ് എടുക്കണം. ഇപ്പൊ ഒരുപാട് നമുക്ക് തന്നെ അറിയാം, സിനിമാ ഫീൽഡിൽ തന്നെ മറ്റേ ജിഷ്ണു എന്ന് പറയുന്ന ഇതേപോലെ പല്ല് കൊണ്ടിട്ടൊരു മുറിവുണ്ടായതാണ് പുള്ളിക്ക്. അത് വെച്ചുകൊണ്ടിരുന്നതിന് ശേഷമാണ് അത് പിന്നെ ക്യാൻസറിലോട്ടൊക്കെ മാറിയത്. നമ്മുടെ വായിൽ ചെറുതായിട്ടൊരു മുറിവ് വന്നാലും നമ്മളത് ഡോക്ടറിനെ കാണിക്കുക. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ പല്ല് തേപ്പിച്ച് കൊടുക്കുമ്പോൾ അവരുടെ ബ്രഷ് പോയി മോണയിലും മറ്റും തട്ടാതെ സൂക്ഷിക്കുക. ഓക്കെ, താങ്ക് യു. ഓക്കെ, എല്ലാം നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടാ. സുമയ. ഓക്കെ മിസ്. ഞാൻ ചിക്കൻ ബോക്സിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കുന്നത്. ചിക്കൻ ബോക്സ് ഈസ് എ അക്യൂട്ട് ഹൈലി ഇൻഫെഷ്യസ് ഡിസീസ് ക്യാരക്ടറൈസ്ഡ് ബൈ ആൻ ഇച്ചി ബ്ലൈസ്റ്റർ ലാക് റാഷ്. എന്ന് വെച്ചാൽ ചിക്കൻ ബോക്സ് അതിവേഗം പടരുന്ന ഒരു പകർച്ചവ്യാധിയാണ്. ഇത് ചൊറിച്ചിലോട് കൂടിയ തടിപ്പാണ് ഇതിന്റെ പ്രധാന ലക്ഷണം എന്ന് പറയുന്നത്. ഇതിന്റെ രോഗകാരി എന്ന് പറയുന്നത് വരിസെല്ല സോസ്റ്റർ എന്ന് പറയുന്നതാണ്. ഇതൊരു ഹെർപ്പസ് ഫാമിലിയിൽ പെട്ടതാണ്. ഇത് പിന്നെ ശ്വാസകോശങ്ങളിലും ശ്വാസകോശ കണങ്ങളോട് കൂടിയോ കുമിളകളോട് കൂടിയോ സമ്പർക്കത്തിലോട് കൂടിയോ ആണ് ഈ വൈറസ് എളുപ്പത്തിൽ പകരുന്നത്. ഈ രോഗം പകരുന്ന കാലയളവ് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്ന 1-2 ദിവസം മുമ്പ് മുതൽ തന്നെ കുമിളകൾ ഉണങ്ങിയിട്ട് ഇങ്ങനെ ചിരങ്ങ് രൂപത്തിൽ കാണപ്പെടുന്നു. ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് രോഗം പകരാൻ സാധ്യതയുണ്ട്. ഇതിന്റെ ലക്ഷണങ്ങളെന്ന് പറയുന്നത് ചർമ്മത്തിൽ തടിപ്പുകളോ കുമിളകളോ പ്രത്യക്ഷപ്പെടുന്നതിന് 1-2 ദിവസം മുമ്പ് തന്നെ ചെറിയ പനി, തളർച്ച, തലവേദന, വിശപ്പില്ലായ്മ എന്നീ ലക്ഷണങ്ങൾ കാണുന്നുണ്ട്. പിന്നെ ഇതിന്റെ പാടുകളും തടിപ്പുകളും നമുക്ക് 3 സ്റ്റേജായിട്ടാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് ചെറിയ ചുവന്ന പാടുകൾ അല്ലെങ്കിൽ മുഴകൾ പോലെ പ്രത്യക്ഷപ്പെടുന്നു. സാധാരണയായി ഇതെന്ന് പറയുന്നത് നെഞ്ച്, പുറം, മുഖം എന്നിവയിൽ തുടങ്ങി ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇത് വ്യാപിക്കുന്നുണ്ട്. പിന്നെന്ന് പറയുന്നത് രണ്ടാമത്തേന്ന് പറയുന്ന ഈ വരുന്ന മുഴകൾ നേർത്ത കുമിളകളായും ദ്രാവകം നിറഞ്ഞതുമായി കാണപ്പെടുന്നു. ഇതിൽ തന്നെ നമുക്ക് ചൊറിച്ചിലും അനുഭവപ്പെടുന്നുണ്ട്. 3 തുറന്ന വ്രണങ്ങൾ പുറന്തോടുകൂടി വരണ്ടതും തവിട്ട് നിറമുള്ളതുമായ അങ്ങനെ കുമിളകളായിട്ടൊക്കെ കാണപ്പെടുകയും പിന്നീട് അത് വേഗം സുഖപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിന്റെ ട്രീറ്റ്മെന്റും കെയറിങ്ങും ആരോഗ്യമുള്ള മിക്ക കുട്ടികളിലും ചിക്കൻ ബോക്സ് സ്വയം വരുന്ന ഒരു രോഗമാണ്. ഇത് സാധാരണ 5-10 ദിവസത്തിൽ തന്നെ മാറും. ചികിത്സ സാധാരണയായി ലക്ഷണങ്ങൾ കണ്ടുവരുന്നതിന് മുമ്പ് തന്നെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിന്റെ റിലീവിങ് ഓഫ് ഇച്ചിങ് എന്ന് പറഞ്ഞാൽ ചൊറിച്ചിൽ ശമിപ്പിക്കൽ. ഇതിന് ചൊറിച്ചിൽ ശമിപ്പിക്കാനായിട്ട് പ്രധാനമായിട്ടും കലാമിൻ ലോഷൻ, പിന്നെന്ന് പറഞ്ഞാൽ തണുത്ത വെള്ളത്തിലുള്ള കുളിയുമാണ്. ഇത് നമുക്ക് എങ്ങനെ ഇതിന്റെ മെഡിസിൻ എന്ന് പറയുന്നത് മറ്റേ പാരസെറ്റാമോൾ അങ്ങനെയൊക്കെയുള്ള മരുന്നുകളാണ്. ഇതിന്റെ അപകട സാധ്യത എന്ന് പറയുന്നത് മരുന്നുകൾ അപകട സാധ്യതയായിട്ട് വരുന്നത് ഗർഭിണികൾ, രോഗപ്രതിരോധ ശേഷി ഇല്ലാത്തവർ, ഇങ്ങനെയുള്ള ആളുകൾക്കാണ്. പിന്നെ പ്രതിരോധവും സങ്കീർണതയെന്ന് പറയുന്നത്
ചിക്കൻ പോക്സ് തടയാൻ ഏറ്റവും ഫലപ്രദമായ ഇതെന്ന് വെച്ചാൽ വാക്സിൻ എടുക്കലാണ്. വാരിസെല്ല വാക്സിൻ എന്നാണ് പറയുന്നത്. ഈ വാക്സിൻ എടുക്കുന്ന മിക്ക ആളുകളിലും എന്ന് വെച്ചാൽ ജീവിതകാലം മുഴുവൻ പ്രതിരോധ ശേഷി കാണാൻ സാധ്യതയുണ്ട്. ഇതിന്റെ കോമ്പായിട്ട് പറയുന്നത് സാധാരണയായി കണ്ടുവരുന്നതെങ്കിലും ബാക്ടീരിയ, ത്വക്ക് അണുബാധ, ന്യൂമോണിയ അല്ലെങ്കിൽ തലച്ചോറിന്റെ വീക്കം എന്നീ അവസ്ഥയിലൂടെ കടന്നു പോകാം. അത്രേ ഉള്ളൂ. നന്നായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ. ഓക്കെ മാം, ഗുഡ് മോർണിംഗ്. ഞാൻ സെമിനാർ റാബിറ്റ്സ്, അതായത് പേവിഷബാധയാണ്. ഇതൊരു വൈറൽ ഡിസീസ് ആണ്. അതായത് ട്രാൻസ്മിറ്റഡ് ത്രൂ ദ ഇൻഫെക്റ്റഡ് ആനിമൽസ്, അതായത് മൃഗങ്ങളിൽ നിന്നും പടരുന്നൊരു രോഗമാണ്. ഡോഗ്സ്, ഫോക്സ് അങ്ങനെയുള്ള മൃഗങ്ങളിൽ നിന്ന് നമുക്ക് ഇത് പടരുന്നുണ്ട്. എ വൈറസ് സ്പ്രെഡ് ത്രൂ ദ സാൽവിയ ഓഫ് ഇൻഫെക്റ്റഡിങ് ആനിമൽസ്, അതായത് ഫോക്സ്, ഡോഗ്സ്, ബാറ്റ്സ് അതേപോലെയുള്ള മൃഗങ്ങളിൽ നിന്നാണ് നമുക്ക് ഈ രോഗം പടരുന്നത്. പിന്നെ ഇതിൻ്റെ സിംറ്റംസ് എന്ന് പറഞ്ഞാൽ ഹാലുസിനേഷൻ, അതായത് പിന്നെ ഹൈഡ്രോഫീലിയ, അതായത് വെള്ളം, വെളിച്ചം ഇവയൊക്കെ കാണുമ്പോൾ പേടി, പിന്നെ അപസ്മാരം പോലുള്ള സിംറ്റംസ് ആണ് ഈ അസുഖത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. വായിൽ നിന്ന് നൊരയും പതയും പോലുള്ള സിംറ്റംസ് ഒക്കെ നമുക്ക് ഇതിന്ന് കാണാൻ, ഇതിൻ്റെ ലക്ഷണങ്ങളാണ്. പിന്നെ ഇതിന് കറക്റ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ ഡെത്ത് വരെ സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡോഗ്സോ അല്ലെങ്കിൽ ഫോക്സോ ഇത്തരത്തിലുള്ള മൃഗങ്ങളിൽ നിന്നും കടിയേൽക്കുകയോ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അപ്പം തന്നെ ഇതിനെതിരെ വാക്സിനോ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. പിന്നെ ഇമ്മ്യൂണോഗ്ലോബലൈസേഷൻ വാക്സിനാണ് ഇതിന് പേവിഷബാധയ്ക്ക് ഇത് എടുത്തുകൊണ്ടിരിക്കുന്ന ട്രീറ്റ്മെൻറ്റ്. സിംറ്റംസ് പിന്നെ ഫേവർ ഉണ്ടാകാം, പിന്നെന്താ ഹെഡ് ഏക്ക് ഉണ്ടാവും, വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകാം. ഇത്തരത്തിലുള്ള സിംറ്റംസ് നമുക്ക് ഈ റാബിറ്റ്സ് നമുക്കുണ്ടായാൽ അറിയാൻ പറ്റും. പിന്നെ കൺസ്യൂമിങ് ന്യൂറോളജിക്കൽ സിംറ്റംസ്, അതായത് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന തരത്തിലുള്ള സിംറ്റംസും നേരത്തെ പറഞ്ഞ പോലെ വെള്ളം, വെളിച്ചം, പെട്ടെന്ന് വരുന്ന വെളിച്ചവും വെള്ളവും ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് അതിന് പെട്ടെന്നുള്ളൊരു ന്യൂറോളജിക്കൽ സിംറ്റംസ് ഒക്കെ കാണാൻ പറ്റും. താങ്ക് യു മാം. ഇത്രയും. ഓക്കേടാ, ഷാഹിലത്ത്. ഓക്കെ, പ്രസന്റ് ചെയ്തോടാ. ഞാനിന്ന് പറയുന്നത് റുബെല്ല ഡിസീസ് ആണ് മാഡം. വാട്ട് ഈസ് റുബെല്ല? A spreading viral infection usually causing mild symptoms like a rash and swollen glands. But it is extremely dangerous during pregnancy, potentially leading to severe birth defects. Congenital rubella syndrome like dizziness, blindness, and heart problems in the body. ചിലർക്കും ഗ്രന്ഥികളിൽ ഉണ്ടാകുന്ന വീക്കം പോലുള്ള നേരിയ ലക്ഷണങ്ങൾ ഉണ്ടാക്കുന്ന വേഗത്തിൽ പടരുന്ന ഒരു വൈറൽ അണുബാധയാണിത്. പക്ഷെ ഗർഭാവസ്ഥയിൽ ഇത് അതീവ അപകടകരമാണ്. ഇത് അതീവ ഗുരുതരമായ ജന്മവൈകല്യങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. കേൾവിക്കുറവ്, കാഴ്ചക്കുറവ്, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ തുടങ്ങിയവ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നാളെ ഇതിന്റെ സിംറ്റംസ് പറയുന്നത് മൈൽഡ് ഫീവർ, ഹെഡ് ഏക്ക്, റണ്ണി നോസ്, റെഡ് ഐസ്, swollen lymph nodes, especially behind the ear and neck.
and a pinkish red rash that starts on the face and spreads down the body. May also include painful swollen joints. അതായത് നേരിയ പനി, തലവേദന, മൂക്കൊലിപ്പ്, കണ്ണുകൾ ചുവക്കൽ, ഗ്രന്ഥി വീക്കം, പ്രത്യേകിച്ച് ചെവിക്ക് പിന്നിലും കഴുത്തിലും, മുഖത്ത് തുടങ്ങിയ ശരീരത്തിന്റെ താഴേക്ക് പടരുന്ന ചുവന്ന തിണർപ്പുകൾ എന്നിവയാണ് കുട്ടികളിലെ പ്രധാന ലക്ഷണങ്ങൾ. ഇത് മുതിർന്നവരിലും ഉള്ളതാണ്. വേദനയോട് കൂടിയ സന്ധിവീക്കം പ്രത്യേകിച്ച് സ്ത്രീകളിൽ കാണപ്പെടുന്നു. ഇത് ട്രാൻസ്മിഷൻ എങ്ങനെയാന്ന് പറഞ്ഞാല് it spreads easily through respiratory droplets when an infected person coughs, sneezes or coughs. രോഗബാധിതനായ ഒരാളുടെ ഇൻഫെക്ഷനായ ഒരാളുടെ കഫ് ചുമയ്ക്കുമ്പോഴോ തുമ്മുമ്പോഴോ മറ്റൊരാളോട് സംസാരിക്കുമ്പോഴോ ഉണ്ടാകുന്ന സ്രവങ്ങളിലൂടെ ഇത് എളുപ്പത്തിൽ പകരുന്നു. പിന്നെ ഇൻഫെക്ഷൻ ഫ്രം 7 days before the rash appears until 7 days after. രോഗബാധിതനായ ഒരാളുടെ ദേഹത്ത് തടുപ്പുകളോ പാടുകളോ കാണുന്നതിന് 7 ദിവസം മുമ്പ് മുതൽ പാടുകൾ വന്ന് 7 ദിവസത്തിന് ശേഷം വരെ ഈ രോഗം പടരാൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് ഹൈലി സ്പ്രെഡിങ് ടു പേഴ്സൺ. ഇത് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് അതിവേഗം പടരുന്നു. 15% of people infected with rubella show no symptoms at all but can still spread the virus to others. 50% ആളുകളിലും റുബെല്ല വരുന്നത് ലക്ഷണങ്ങളൊന്നും ഇല്ലാതെയാണ്. അത് ആളുകളിലേക്ക് പകരുകയും ചെയ്യുന്നുണ്ട്. റുബെല്ലയുടെ വൈറസിന്റെ പേര് റുബെല്ല വൈറസ് തന്നെയാണ്. ഇറ്റ്സ് ബിലോങ് ടു ദ ഫാമിലി മാൻഡോനാരിയുടെ ഒരു ഫാമിലിയിലാണ് ഉൾപ്പെട്ടേക്കണേ. ഇറ്റ് ഈസ് എ RNA വൈറസ്. RNA എന്ന് പറഞ്ഞാൽ റൈബോൺ ന്യൂക്ലിക് ആസിഡ് ആണ് അത്. ഈ വൈറസ് മനുഷ്യ ശരീരത്തിലെ കോശങ്ങളിൽ പ്രവേശിച്ച് പെരുകുന്നതിന് അത്യാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നു. ഇതിന്റെ ഏറ്റവും വലിയ റിസ്ക് എന്താന്ന് പറഞ്ഞാല് the biggest concern is infection in early pregnancy, first trimester, which can cause miscarriage, stillbirth or PRS in the baby. ആദ്യത്തെ 3 മാസങ്ങളിലുള്ള ഗർഭാവസ്ഥയിലെ അണുബാധയാണ് ഏറ്റവും വലിയ ആശങ്ക. ഇത് ഗർഭം അലക്കുന്നതിനോ പ്രസവ സമയത്ത് കുഞ്ഞ് മരിച്ചു ജനിക്കുന്നതിനോ അല്ലെങ്കിൽ റുബെല്ല മൂലമുണ്ടാകുന്ന ഗുരുതരമായ ജന്മവൈകല്യങ്ങൾ ബാധിക്കുന്നതിന് കാരണമായേക്കാം. PRS can cause the deafness, cataracts, heart defects, intellectual disability and other lifelong issues. PRS കുഞ്ഞുങ്ങളിലെ ബധിരത, തിമിരം, ഹൃദയ സംബന്ധമായ തകരാറുകൾ, ബുദ്ധിമാന്ദ്യം കൂടാതെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന മറ്റ് ശാരീരിക പ്രശ്നങ്ങൾ എന്നിവയ്ക്കും കാരണമായേക്കാം. ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാല് no specific antiviral medicine focus on trust, fluids and fever reducers like paracetamol. Avoid aspirin in kids. റുബെല്ലയ്ക്ക് പ്രത്യേക ആന്റിവൈറൽ മരുന്നുകൾ ലഭ്യമല്ല. വിശ്രമം, ധാരാളം വെള്ളം കുടിക്കുക, പനി കുറയ്ക്കാനുള്ള മരുന്നുകൾ കഴിക്കുക. കുട്ടികൾക്ക് പനി കുറയ്ക്കാനുള്ള മരുന്നുകൾ അതൊന്നും കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. ഇതിന്റെ വാക്സിൻ എന്ന് പറയുന്നത് MMR വാക്സിൻ ആണ്. ഇറ്റ് സേഫ്, എഫക്റ്റീവ് ആൻഡ് പ്രൊട്ടക്ട്സ് അഗെയിൻസ്റ്റ് മീസ്ലസ്, മംസ് ആൻഡ് റുബെല്ല. ഇത് വളരെ സേഫ് ആണ്. ഇത് ഈ അസുഖത്തിനെതിരെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയ മീസ്ലസിനും മംസിനും റുബെല്ലയ്ക്കും എതിരെയുള്ള ഒരു വാക്സിനാണ് MMR. ഇതിന് 2 ഡോസാണുള്ളത്. ആദ്യത്തെ ഒരു ഡോസ് കൊടുക്കേണ്ടത് ഒരു 12 to 15 months ആയ ബേബീസിനാണ് ആദ്യത്തെ ഫസ്റ്റ് ഡോസ് കൊടുക്കുന്നത്. സെക്കൻഡ് ഡോസ് കൊടുക്കുന്നത് 4 to 5 years ഓഫ് ഏജ് ആയ കുട്ടികൾക്കാണ് സെക്കൻഡ് ഡോസ് കൊടുക്കുന്നത്. താങ്ക് യു മാഡം. ഓക്കേടാ, എന്നായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ആരാണ്? ഓക്കെ, നെക്സ്റ്റ് ആരാണ്? രശ്മി. റംസി. സോറി പേര് മാറിപ്പോണ്ട, സോറിടാ. അതെ, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴും ടീച്ചേഴ്സ് അങ്ങനെ എന്നെ വിളിച്ചോണ്ടിരുന്നത്. രശ്മി എന്ന് വിളിച്ചിരുന്നത്? പെട്ടെന്ന് രശ്മി എന്ന് വിളിക്കുള്ളൂ, പിന്നെ ഞാൻ തിരുത്തി കൊടുക്കണം. ഇനി ഒരു വർഷത്തേക്ക് തന്നെ തിരുത്തിയാൽ മതി. ഓക്കെ. ഏത് ടോപ്പിക് ഏതായിരുന്നു? ഇൻഫ്ലുവൻസ, ഫ്ലൂ. ഓക്കെ, പ്രസന്റ് ചെയ്തോട്ടോ.
ഓക്കെ താങ്ക് യു. ഇൻഫ്ലുവൻസ, ഫ്ലൂ, അതായത് ജലദോഷം. അപ്പോ ഒരു നിസ്സാര രോഗമാണെന്ന് വിചാരിക്കും. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് പ്രസന്റ് ചെയ്യണത്. Influenza flu is a contagious virus respiratory illness caused by influenza virus. ഇതൊരു പകർച്ചവ്യാധിയായ രോഗമാണ്. ഒരു ഇൻഫ്ലുവൻസ വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഇൻഫ്ലുവൻസ. ഇത് സാധാരണയായിട്ട് കുട്ടികളിലാണ് ഉണ്ടാവുന്നത്. ചെറിയ കുട്ടികളിൽ ഇതൊക്കെ ഉണ്ടാവുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ചെറിയ പ്രായത്തിലൊക്കെ ഇത് ഉണ്ടാകുമ്പോൾ it spreads through droplets when an infected person coughs, sneezes or talks and by touching contaminated surface. ഇത് കൂടുതലായിട്ടും സ്പ്രെഡ് ആവുന്നത് ഇത് ബാധിച്ച പേഴ്സൺസ് തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ടച്ച് അവരുടെ കയ്യിലൊക്കെ ഇതിൻ്റെ ഡ്രോപ്ലെറ്റ്സ് ആയിട്ടുണ്ടാവുമല്ലോ, അതിൽ നിന്നൊക്കെ നമുക്ക് മറ്റൊരാളിലേക്ക് ഇത് പകരാം. ഇത് കൂടുതലായിട്ട് ഇതിന് കാണിക്കുന്ന സിംറ്റംസ് എന്താണെന്ന് വെച്ചാൽ ഇൻക്ലൂഡ് ഫീവർ, നല്ല പനി ഉണ്ടാവും, അതിയായ ചുമയുണ്ടാവും, ഭയങ്കര ത്രോട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവും, മൂക്ക് എപ്പോഴും ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക, റണ്ണിങ് ഓർ സ്റ്റഫിങ് നോസ് ആയിരിക്കും, ബോഡി ആഷസ്, എപ്പോഴും ക്ഷീണം സംഭവിക്കും, ഹെഡ് ഏക്ക്, നല്ല തലവേദന ഉണ്ടാവും, മൊത്തത്തിലൊരു അലസത ഭാവം ഉണ്ടാകാം. The flu can range from mild to severe and may lead to complications such as pneumonia, especially in young children, the elderly and pregnant women, and people with weakened immunity. ഇത് രോഗപ്രതിരോധ ശേഷി കുറവുള്ള ആൾക്കാരിൽ, ചെറിയ കുട്ടികളിൽ, ആൾക്കാരിൽ, പിന്നെ പ്രഗ്നന്റ് വുമൺ, ഗർഭിണികളിലൊക്കെ ഇത് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. ഇത് പിന്നീട് ന്യൂമോണിയയിലേക്ക് വരെ എത്തിച്ചേക്കാം. പ്രിവെൻഷൻ ഇൻക്ലൂഡ്സ് ആനുവൽ വാക്സിനേഷൻ, ഗുഡ് ഹാൻഡ് ഹൈജീൻ ആൻഡ് കവറിംഗ് ദ മൗത്ത് ആൻഡ് നോസ് വൈൽ കഫിംഗ് ഓർ സ്നീസിങ്. ഇതിനൊരു പ്രിവെൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആനുവൽ വാക്സിനേഷൻ, വർഷത്തിലൊരിക്കൽ ഇതിനൊരു വാക്സിനേഷൻ എടുക്കാം. നമ്മുടെ കൈ എപ്പോഴും ഹൈജീനായിട്ട് നടക്കുക. പിന്നെ കവറിങ് ദ മൗത്ത്, നമുക്ക് തുമ്മുമ്പോഴോ ചുമക്കുമ്പോഴോ ഒക്കെ നമ്മൾക്കൊരു മുഖത്തൊരു കവർ ചെയ്യാം, നമ്മുടെ കൈ കൊണ്ടോ അല്ലെങ്കിൽ തൂവാല കൊണ്ടോ ഒക്കെ നമുക്കൊന്ന് മറയ്ക്കാം. അതിൽ നിന്നെല്ലാം ഇതിൻ്റെ ഇത് പകരുന്നത് നമുക്ക് തടയാൻ പറ്റും. ട്രീറ്റ്മെൻറ്റ് മെയിൻലി ഇൻവോൾവ്സ് റെസ്റ്റ്, ഫ്ലൂയിഡ്സ് ആൻഡ് മെഡിക്കേഷൻസ് ടു റിലീവ് സിംറ്റംസ്. ഇതിൻ്റെ സിംറ്റംസ് ഒക്കെ നമ്മളിൽ കണ്ടു തുടങ്ങുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെയാണെങ്കിൽ തന്നെ റെസ്റ്റ് എടുക്കാം, ധാരാളം വെള്ളം കുടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ നമുക്കിതൊരു പരിധിവരെ തടയാൻ പറ്റും. ആൻറ്റിവൈറൽ ഡ്രഗ്സ് മേ ബി യൂസ്ഡ് ഇൻ സെർവ് കേസസ്. വളരെ കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതിനൊരു ആൻറ്റിബയോട്ടിക് ഒക്കെ എടുക്കാം, ഹോസ്പിറ്റലിൽ കാണിക്കാം. ഇത് ചെറിയ കുട്ടികളിൽ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നണത്. താങ്ക് യു മിസ്. ഓക്കെ റെക്സി, നന്നായിരുന്നു കേട്ടോ. സേതുലക്ഷ്മി. ആ മിസ്സേ പറയാവേ. ടോപ്പിക് ഏതാണ് സേതു? തക്കാളിപ്പനി. ഓക്കെ ഓക്കെ ഓക്കെ. ഗുഡ് മോർണിംഗ് ടു ഓൾ റെസ്പെക്റ്റഡ് മിസ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ടൊമാറ്റോ ഫീവറിനെ കുറിച്ചാണ്. തക്കാളിപ്പനി. തക്കാളിപ്പനിയെ കുറിച്ച് പറയാൻ, ദീസ് ക്യാരക്ടേഴ്സ് by red, round rash or blender
that after prepare on the hands, feet, and around the mouth. Thus, blister may resemble small red tomatoes, which is how symptoms include fever, body access, fatigue, joint pain, and skin irritations. കയ്യിലും ടൊമാറ്റോ ഫീവർ എന്ന് പറഞ്ഞാൽ കയ്യിലും കാലുകളിലും കുഞ്ഞുങ്ങളുടെ വായിലും കുമിളകളായി വെള്ളം നിറഞ്ഞ വെച്ചാൽ ദ്രാവകം നിറഞ്ഞ കുമിളകൾ പോലെയാണ് ഇത് കാണപ്പെടുന്നത്. ഇത് കൂടുതലും കണ്ടുവരുന്നത് 1 വയസ്സ് മുതൽ 9 വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഈ അസുഖം സാധാരണമായി കാണുന്നത്. ഇത് ആദ്യം തന്നെ ചെറിയ പനിയിലൂടെയാണ് പ്രത്യക്ഷപ്പെടുന്നത്. വൈറസ് നമ്മളുടെ ശരീരത്തിൽ കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ കയറിക്കഴിഞ്ഞ് 7 ദിവസം കഴിയുമ്പോഴേക്കുമാണ് ഇത് റാഷസായി മാറുന്നത്. പനി സാധാരണമായി കാണപ്പെടുന്നു. ക്ഷീണവും വേദനകളും കുട്ടികളിൽ കാണുന്നു. പിള്ളേർ ഭയങ്കര അസ്വസ്ഥതമായി ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല അവർക്ക്. എന്റെ കുഞ്ഞിന് വന്നിട്ടുണ്ട്. എന്റെ മോനെ ഒരു 1.5 വയസ്സായപ്പോഴേക്ക് ഈ അസുഖം വന്നിട്ടുണ്ട്. ഫീഡ് ചെയ്യാൻ പറ്റത്തില്ല, വായിൽ ഭയങ്കര ബുദ്ധിമുട്ട്, പിന്നെ കയ്യിലും കാൽമുട്ടിലും ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടാണ് ഈ ഒരു അസുഖം നമുക്ക് കുഞ്ഞുങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ. ചുവന്ന നിറത്തിലാണ് ആദ്യമേ ഇത് കാണപ്പെടുന്നത്. കൂടുതലും കണ്ടുവരുന്നത് വായുടെ അകത്തും ഉള്ളം കൈയിലുമാണ്. പിന്നീടാണ് മുട്ടുകാലിലോട്ട് ഇത് വരുന്നത്. ഇത് നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായി വന്നത് 2022 മെയ് 26-നാണ് ഇന്ത്യയിൽ ആദ്യമായി ഈ ഒരു അസുഖം വരുന്നത്. ജൂലൈ 26 ആയപ്പോഴേക്കും 82 കുട്ടികൾക്കാണ് ഈ അസുഖം ആദ്യമായി വന്നത്. വൈറസ് ആണ് ഇത്. വെച്ചാൽ ഒരു കുട്ടി ഇപ്പൊ അംഗൻവാടിയിലാണോ നഴ്സറിയിലാണോ കുഞ്ഞുമക്കളിൽ സ്രവങ്ങളിലൂടെ നമ്മുടെ ഇടപഴകലിലൂടെയാണ് ഈ അസുഖം കൂടുതലായി കണ്ടുവരുന്നത്. നമ്മുടെ വൈറസ് ശരീരത്തിൽ കയറി 7 ദിവസം കഴിയുമ്പോഴാണ് കുമിളകളാകുന്നത്. അത് പൊട്ടുമ്പോഴേക്കും നമ്മളത് നല്ല നീറ്റായിട്ട് തന്നെ നോക്കണം. വെച്ചാൽ അതിലൂടെ അണുക്കളായി വേറെ ഇൻഫെക്ഷനും കാര്യങ്ങളും വരാൻ വളരെയധികം സാധ്യതയുണ്ട്. തക്കാളിപ്പനിയിൽ നിന്നും ഒഴിവാക്കേണ്ട ഭക്ഷണങ്ങൾ: എരിവുള്ള ഭക്ഷണങ്ങൾ, എണ്ണമയമുള്ള അടങ്ങിയ ഭക്ഷണങ്ങൾ, അസിഡിറ്റി, അങ്ങനെയുള്ള ഒരുപാട് ഭക്ഷണങ്ങൾ നമ്മൾ ഒഴിവാക്കുക. പിന്നെ കഴിക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ചെറിയ പൊടിയരി പോലത്തെ അരി കൊണ്ടുള്ള ചെറിയ സൂപ്പ്, സോഫ്റ്റ് ആയിട്ടുള്ള പഴവർഗ്ഗങ്ങൾ, പിന്നെ ധാരാളം വെള്ളം കുടിപ്പിക്കുക കുഞ്ഞുങ്ങളെ. തക്കാളിപ്പനി ഒരു വൈറസ് രോഗമാണ്. ഇത് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും കുമിളകളായിട്ട് തന്നെയാണ് കാണപ്പെടുന്നത്. താങ്ക് യു മിസ്. നന്നായിരുന്നു കേട്ടോ ചെയ്തു. താങ്ക് യു മാഡം. ആദ്യമായിട്ട് ചെയ്തതിന്റെ ഭയങ്കര വെപ്രാളമായിരുന്നു എനിക്ക്. ഓക്കെ, ഇനിയിപ്പോ സ്ഥിരമായിട്ട് നമുക്ക് ചെയ്യാലോ, ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, അടുത്തത് ജോസ്മി ജോസ് അല്ലെ? ജോസ്മി ജോസ് മിസ്. പറഞ്ഞ പേര് പറഞ്ഞിട്ട് വലിയ വ്യത്യാസം എന്താ? മിസ്സിന്റെ ക്ലാസ്സിൽ റെക്കോർഡ് ക്ലാസ് ആണ് കേട്ടോണ്ടിരുന്നത്. ഓക്കെ, മനസ്സിലാവാറുണ്ടോ റെക്കോർഡ് ക്ലാസ് കേൾക്കുമ്പോ? മനസ്സിലാവുന്നുണ്ട് മിസ്, എടുക്കുന്ന നന്നായി മനസ്സിലാവുന്നുണ്ട്. ഓക്കേടാ. അത് മിസ്, ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന ടോപ്പിക് ടൊമാറ്റോ ഫീവർ ആണ്. ഓക്കെ, സേതുവിന്റെ ടോപ്പിക് തന്നെ. അതെനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. സേതുവും പറഞ്ഞിട്ടില്ല. നിങ്ങക്ക് പ്രസന്റ് ചെയ്യാം കേട്ടോ, അത് കുഴപ്പമൊന്നുമില്ല. പറയട്ടെ മിസ്? പ്രസന്റ് ചെയ്തോടാ. Tomato fever is a contagious viral illness primarily affecting young children, named for the red tomato-shaped blisters that appear on the skin, often accompanied by fever, contagious body itches, and joint pain, similar to hand, foot, and mouth diseases (HFMD). ഈ ടൊമാറ്റോ ഫീവർ എന്ന് പറയുന്നത് തക്കാളിപ്പനി പകരുന്ന ഒരു അസുഖമാണ്. പ്രത്യേകിച്ച് അത് കുട്ടികളിലാണ് വരുന്നത്, ചെറിയ കുട്ടികളിലാണ് വരുന്നത്. ഒരു റെഡ് കളർ ആയിരിക്കും, അതായത് ഒരു തക്കാളിയുടെ ഷേപ്പ് പോലെ ആയിരിക്കും ഈ കുമിളകളും വരുന്നത്. അത് നമ്മുടെ ശരീരത്തിൽ വരുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പനി ഉണ്ടായിരിക്കും, ക്ഷീണമായിരിക്കും,
നമ്മുടെ ബോഡി ഭയങ്കര വീക്ക് ആയിരിക്കും, നമ്മുടെ ബോഡി പെയിൻ ഒക്കെ കൂടുതലായിരിക്കും. ഇത് കൂടുതലായിട്ട് കയ്യില്, കാലില്, വായലൊക്കെയാണ് ഇതിന്റെ ചെറിയ കുമിളകൾ കാണപ്പെടുന്നത്. It spreads easily through close contact, contaminated surfaces, or respiratory droplets, but is generally self-limiting, with treatment focusing on symptom relief like hydration and rest, as there's no specific antiviral drug. ഈ അസുഖങ്ങൾ പകരുന്നത് നമ്മൾ ക്ലോസ് ആയിട്ട് നമ്മൾ അടുത്ത് ഇടപഴകുമ്പോഴും നമ്മുടെ ഇത് അസുഖം വന്നു കഴിഞ്ഞാൽ കുട്ടികളിൽ ഇങ്ങനെ തുമ്മുമ്പോഴൊക്കെ ഈ അസുഖം പകരാം. ഇതിന് പ്രത്യേകിച്ച് ഒരു മരുന്നോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ നന്നായി റെസ്റ്റ് എടുക്കുക, നമ്മൾ തന്നെ ശ്രദ്ധിക്കുക ഈ അസുഖം മാറാനായിട്ട്. നമ്മൾക്ക് സ്വയം ഇത് ഭേദമാക്കാൻ സാധിക്കുന്ന ഒരു അസുഖമാണ് ഈ തക്കാളിപ്പനി എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാം. ബ്ലിസ്റ്റേഴ്സ്. ദ ഡിഫൈനിങ് ഫീച്ചർ is red round blisters that can grow to the size of a small tomato, appearing on hands, feet, mouth and sometimes buttocks. ഈ കുമിളകൾ ഉണ്ടാവുന്നത്, ഈ കുമിളകൾ റെഡ് കളറിലാണ് ഈ കുമിള കാണപ്പെടുന്നത്. ഒരു തക്കാളിയുടെ ഒരു ഷേപ്പാണ് ഈ കുമിളയ്ക്ക് ഉണ്ടാവുന്നത്. ഇത് നമ്മുടെ കയ്യില്, കാലില്, വായില്, ചിലപ്പോൾ നമ്മുടെ ബട്ടക്സിലും ഈ കുമിളകൾ കാണപ്പെടും. ഇനി ഇതിന്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഹൈ ഫീവർ, ഫെറ്റിക്, ബോഡി ഏച്ചസ്, ജോയിന്റ് പെയിൻ, സ്കിൻ ഇറിറ്റേഷൻ, ലെതർജി, ഡീഹൈഡ്രേഷൻ ആൻഡ് സംടൈംസ് കഫ്, റണ്ണിങ് നോസ് ഓർ സ്റ്റൊമക് ക്രാംസ്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പനി ഉണ്ടായിരിക്കും, നമുക്ക് നല്ല ക്ഷീണമായിരിക്കും, കുട്ടികളിൽ ബോഡി പെയിൻ ഉണ്ടാവും, അവർക്ക് ഒരു ഇറിറ്റേഷൻ, ഒരു ചൊറിച്ചിൽ പോലെയൊക്കെ കാണപ്പെടും. അതായത് ഈ കുരുക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയ കുട്ടികളല്ല, അവര് നമ്മുടെ പോലെ നമുക്ക് വന്നാലും അതുപോലെ തന്നെയാണല്ലോ കുട്ടികൾക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ അവർക്ക് വയറുവേദന, മൂക്കൊലിപ്പ്, അങ്ങനെയെല്ലാം കുട്ടികൾക്ക് വരും. അവർക്ക് നിർജ്ജലീകരണം ഉണ്ടാവും, അതായത് ജലാംശം അവരുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാം. പിന്നെ കഫ്സ് ആൻഡ് സ്പ്രെഡ് എന്ന് പറയുന്നത് ഇതെങ്ങനെയാ ഇത് ഏതിൽ കൂടിയാണ്, ഏത് വൈറസിൽ കൂടെയാണ് പകരുന്നത് എന്നാണ് പറയുന്നത്. വൈറൽ ഒറിജിൻ. ഇറ്റ്സ് thought to be caused by an enterovirus possibly related to Coxsackie virus A16, which also causes HFMD. ഇത് ഒരു കൊസാക്കി വൈറസിലൂടെയാണ്, കൊസാക്കി വൈറസ് ആണ് ഈ രോഗം പരത്തുന്നത്. കണ്ടേജിയസ്, സ്പ്രെഡ്സ് through direct contact with an infected person, contaminated items, toys. ഈ അസുഖം പകരുന്നത് നമ്മൾ കുട്ടികൾ ഇങ്ങനെ കളിക്കാനൊക്കെ പോവില്ലേ, ഇപ്പൊ തൊട്ടടുത്ത വീട്ടിലുള്ള കുട്ടികൾക്കൊക്കെ ഈ അസുഖങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്കിപ്പോ അറിയില്ല, നമ്മൾ അറിയാതെ ഇപ്പൊ ചിലപ്പോ കുട്ടികൾ അങ്ങോട്ടൊക്കെ കളിക്കാനൊക്കെ പോവാണെങ്കിൽ അവരുടെ കളിപ്പാട്ടങ്ങൾ എടുക്കുമ്പോ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും പാത്രങ്ങളോ കളി സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുമ്പോൾ ഈ അസുഖങ്ങൾ പകരാം എന്നാണ് പറയുന്നത്. മാനേജ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ എന്ന് പറയുന്നത് സിംറ്റമാറ്റിക് കെയർ. ട്രീറ്റ്മെന്റ് ഫോക്കസസ് ഓൺ റെസ്റ്റ്, ഫ്ലൂയിഡ്സ് ആൻഡ് മാനേജിങ് ഫീവർ ആൻഡ് പെയിൻ. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം കുട്ടികളെ. അവർക്ക് നല്ല റെസ്റ്റ് ഒക്കെ എടുക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ പനിയും വേദനയും ഒക്കെ ഉണ്ടാവും കുട്ടികൾക്ക്. ഹൈജീനിക് ആയിരിക്കണം. ഗുഡ് ഹൈജീനിക് സാനിറ്റൈസിങ് സർഫേസസ് ആൻഡ് ഐസൊലേറ്റിംഗ് ഇൻഫെക്റ്റഡ് ചിൽഡ്രൻ ഫോർ 5 to 7 days helps prevent spread. 5 അല്ലെങ്കിൽ 7 ദിവസം ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നല്ല ഹൈജീനിക് ആയിരിക്കണം. നമ്മൾ കൈയൊക്കെ നന്നായി കുട്ടികളുടെ വാഷ് ചെയ്യിക്കുക. ഇപ്പൊ നമ്മൾ കുട്ടികളുടെ അടുത്ത് ചെല്ലാണെങ്കിലും കൈയൊക്കെ നന്നായി വാഷ് ചെയ്തിട്ട് വേണം ചെല്ലണമെങ്കിൽ. സാനിറ്റൈസ് ഒക്കെ ചെയ്യുക കൈ. നോട്ട് ലൈഫ് ത്രെറ്റനിങ്. For healthy individuals, it's generally mild and resolves on its own, but awareness is key. ഇതിപ്പോ നമുക്ക് നമ്മുടെ ജീവന ആപത്തുള്ള ഒരു വലിയ ഒരു അസുഖമൊന്നുമല്ല. നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികൾക്ക്
നമ്മൾ നന്നായി ശ്രദ്ധിച്ചാൽ മതി. അവർക്ക് വേണ്ടത്ര ഫുഡ്, വെള്ളം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായി കൊടുക്കുക. അവർക്ക് ക്ഷീണമൊക്കെ ഉണ്ടാകൂലേ, അപ്പൊ വെള്ളം പ്രത്യേകിച്ച് നമ്മൾ അവർക്ക് വെള്ളം കുടിക്കാനായിട്ട് നന്നായി കൊടുക്കുക. പിന്നെ വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. മിസ്, താങ്ക് യു മിസ്. ഓക്കെ ജോഷ്മി നന്നായിരുന്നു കേട്ടോ. മിസ്, ഞാൻ കുറച്ച് സ്പീഡ് എടുത്തു എന്ന് എനിക്കറിയാം. അതായത് ഫോൺ വൈഫൈയിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ കറണ്ട് പോയി. അപ്പൊ ഫോണിൽ നെറ്റ് കുറച്ചേ ഉള്ളൂ. അതാ പെട്ടെന്ന് കറണ്ട് ആണെങ്കിൽ വരുന്നു. കുഴപ്പമില്ല, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മിസ്. ഓക്കെ, അപ്പൊ ബാക്കിയൊരു 5 പേരോട് എനിക്ക് കാര്യം പറയാനുണ്ട്. നമ്മുടെ ക്ലാസ്സിലെ ടൈം കഴിഞ്ഞു. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്താലോ? ഷാർല, നയന, ഹസീന, ഐശ്വര്യ, ആദിത്യ. നിങ്ങൾക്കൊരു അവസരമാണ്, കുറച്ചും കൂടി നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് വരാനായിട്ടുള്ള അവസരമാണ്. മേ ബി ഈ വീക്കിൽ ഏതെങ്കിലും ഒരു ദിവസം ഞാൻ കയറാണെങ്കിൽ അത് സെമിനാർ എടുക്കാൻ അലോ ചെയ്യാം, അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്ക് ചെയ്യാം. ഓക്കെ, സോറി കേട്ടോ. അത് നമ്മളെ ടോപ്പിക്കിന്റെ ആ ഒരു വലിപ്പം അനുസരിച്ച് സെമിനാർ ചിലപ്പോ 1-2 ദിവസമൊക്കെ എന്താണ് അറിഞ്ഞോ പ്രസന്റ് ചെയ്തില്ലേ? പേര് അയച്ചിട്ടുണ്ടായിരുന്നോ? മാം, ഞാൻ അന്ന് ടോപ്പിക് പറയുമ്പോ പറഞ്ഞത് തന്നെയായിരുന്നു. ആണോ? ഓക്കെ. അപ്പൊ ബാക്കിയുള്ളവര് പ്രസന്റ് ചെയ്യാനുള്ളവര് നെക്സ്റ്റ് ക്ലാസ്സിൽ ഓക്കെ രേവതി. ഓക്കേടാ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാട്ടെ. ഞാൻ ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കുന്നുണ്ട് നിങ്ങളുടെ പേര്. ഓക്കെ മാം. നിങ്ങൾക്ക് പുതിയ നമ്മുടെ ഇത് കിട്ടിയോ? മോക്ക് ടെസ്റ്റ് കിട്ടിയാടാ? നോ മാം. ഇല്ല. ഇല്ലല്ലേ? ഓക്കെ, അങ്ങനെ ഞാൻ കൊടുത്തേക്കാട്ടോ. അപ്പോ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. സൈൻ ഔട്ട് ആരാ പറയുന്നേ? ഐശ്വര്യ? ഓക്കെ, ഇന്ന് ഞാൻ സൈൻ ഔട്ട് ചെയ്താലോ? ഇന്ന് ക്ലാസ് നല്ല രീതിയിൽ കോവിഡിനെ കുറിച്ചിട്ടും അതേപോലെ ADHD, വൺ ഓഫ് ദ മെയിൻ ഞാൻ പറയണെങ്കിൽ നമ്മുടെ സെമിനാറിൽ എടുത്ത ടോപ്പിക് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് അലീസയുടെ ടോപ്പിക്കാണ്, ADHD ആണ്. പിന്നെ ധരണ്യ, സൗമ്യ, അതേപോലെ തന്നെ ഉണ്ണിമായ, ഷഹലത്ത്, രശ്മി, സേതുലക്ഷ്മി, ജോസ്മി, ഇതെല്ലാവരും നല്ല രീതിയിൽ ടോപ്പിക്കുകൾ അവർക്ക് കൊടുത്ത ടോപ്പിക്, അവർ സെലക്ട് ചെയ്ത ടോപ്പിക് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, madam. Thank you, ma'am.